ഇത് കസ്റ്റമേഴ്സിനുള്ള മെസ്സേജാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് ഇടാൻ കാരണം പലരും കമൻസിൽ വന്ന് ബാഡ് കമൻസ് ഇടുന്നുണ്ട്. ഞാൻ കമൻറ്റിനും മെസ്സേജിനും ആർക്കും റിപ്ലൈ കൊടുക്കുന്നില്ല എന്ന്. നമ്മൾ മനഃപൂർവ്വം റിപ്ലൈ കൊടുക്കാത്തതല്ല. അതാ നിങ്ങൾ നോക്കിയത് ഇത്രയും മെസ്സേജ് ഒരു ദിവസം അല്ലെങ്കിൽ ഇത്രയും മെസ്സേജുകൾ വരാറുണ്ട്. അപ്പോൾ ഇത്രയും മെസ്സേജിനും റിപ്ലൈ കൊടുക്കാൻ നമ്മളെക്കൊണ്ട് ബുദ്ധിമുട്ടാണ്. എന്നെക്കൊണ്ട് കഴിയുന്നത് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്നിട്ടും പിന്നെയും ഒരുപാട് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ വിട്ടു പോകുന്നതല്ല, ഓരോ മെസ്സേജ് അയച്ചു വരുമ്പോൾ പിന്നെയും മെസ്സേജുകൾ വരുമ്പോൾ പലരുടെയും മെസ്സേജ് താഴോട്ട് പോകാറുണ്ട്. അതുകൊണ്ടാണ് മെസ്സേജ് ഡിലേ വരുന്നതും ലേറ്റ് വരുന്നതും. ഒരാളൊരു മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരുന്നില്ല, അല്ലെങ്കിൽ റിപ്ലൈ ലേറ്റ് ആവുന്നു. അപ്പോഴത്തേക്കും നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് എന്താ, അവർ ഫേക്കാണ്, പറ്റിക്കുന്നവരാണ് എന്നാണോ? നിങ്ങൾ ഞങ്ങളുടെ സാഹചര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കാരണം നമുക്ക് ഇത്രയും മെസ്സേജ് വരുമ്പോൾ നമുക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതുപോലെ തന്നെ വാട്സപ്പിലും ഉണ്ട്. ഇൻസ്റ്റയിൽ നിന്ന് മെസ്സേജ് അയച്ച് നമ്പേഴ്സ് മേടിക്കുന്നവർ വാട്സപ്പിലും കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഫോട്ടോസ് ഇടണം, എല്ലാം നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും പിന്നെ ഇങ്ങനെ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെന്താ പറയുക. അപ്പോൾ അതുകൊണ്ട് ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് ഇടുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചാലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. പിന്നെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത കുറേ ആൾക്കാരുണ്ട്. പിന്നെ നമ്പർ ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. നമ്പർ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് ഭയങ്കര ശല്യം. അതുകൊണ്ട് നമ്പർ ഞാനിപ്പം ഡിസ്പ്ലേ ചെയ്യുന്നില്ല. അതിന് പകരം നമുക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയക്കുന്നവരിൽ സംസാരിച്ചിട്ട് അത് ഗേളാണെന്ന് നമുക്ക് കൺഫേം ആകുമ്പോഴേ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് വാട്സപ്പിൽ വന്ന് അവർ മെസ്സേജ് അയച്ച് നമുക്ക് ഓർഡർ കൺഫേം ആക്കുന്നത്. പിന്നെ ഒരു കാര്യം, നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റാണ്. പേയ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ സ്ക്രീൻഷോട്ട് അയച്ച് അഡ്രസ്സ് വായിക്കണം. അപ്പോഴത്തേക്ക് പിറ്റേ ദിവസമാണ് നമ്മൾ ഐറ്റം ഡിസ്പാച്ച് ആക്കുന്നത്. 3 to 5 days ആണ് ഇന്ത്യൻ പോസ്റ്റ് ടൈം. DTDC ഉണ്ട്. DTDC 2 days അല്ലെങ്കിൽ 3 days എടുക്കുന്നുണ്ട്. DTDCക്ക് 60 രൂപ ചാർജ് ആകുന്നതുമുണ്ട്. പിന്നെ പലരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി അവർക്ക് പറ്റത്തുള്ളൂ. മുമ്പ് വേറെ പേജുകളിൽ നിന്ന് അവർ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പേയ്മെൻറ്റ് മേടിച്ചിട്ട് അവർക്ക് ഐറ്റം വന്നില്ല, പിന്നീട് പേയ്മെൻറ്റ് ചോദിക്കുമ്പോൾ അവരെ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെയാണ് പലരും പറയുന്നത്. നമുക്ക് ആ ഒരു ഇതില്ല. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. എത്ര കസ്റ്റമേഴ്സിനോട് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. അവർ പറയുന്ന സാധനം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം, അത് നോക്കിയതിന് ശേഷം പൈസ അയക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. നമുക്ക് ആ ഒരു സിസ്റ്റം നമുക്കില്ല. അതുകൊണ്ട് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓൺ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഐറ്റം കിട്ടിയതിന് ശേഷം കസ്റ്റമേഴ്സിനോട് നമ്മൾ പറയുന്നുണ്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കണം. അതായത് വരുന്ന ഐറ്റത്തിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേറെ ഐറ്റം തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ പറയുന്നത്. ഐറ്റത്തിന് ഡാമേജ് വരത്തില്ല എങ്കിലും പോസ്റ്റിലും DTDCയും വഴി വരുന്നതാണ്. എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റിത്തരാനാണ്. ഓപ്പണിംഗ് വീഡിയോ ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും റിട്ടേൺ എടുക്കത്തില്ല. പിന്നെ സൈസ് ഇഷ്യൂവിനും നമ്മൾ റിട്ടേൺ ചെയ്യത്തില്ല. അതിപ്പോൾ വളയാണെങ്കിലും കൊലുസ്, പിന്നെ മോതിരം, അങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് നിങ്ങൾ കറക്റ്റ് സൈസ് പറയണം. നിങ്ങളുടെ കറക്റ്റ് സൈസിനുള്ള ഐറ്റംസാണ് നമ്മൾ ഇവിടുന്ന് അയക്കുന്നത്. പലരുടെയും മെസ്സേജ് കാണാതെ പോയിട്ടുണ്ട്, പക്ഷേ എല്ലാ കസ്റ്റമേഴ്സും കമൻ്റ് ഇടുന്നുണ്ട്. കമൻറ്റിന് ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഏതെങ്കിലും കമൻറ്റ് വിട്ടുപോയിട്ടുണ്ടാകും, പക്ഷേ മാക്സിമം എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ നൽകിയിട്ടുണ്ട് എല്ലാവർക്കും. പിന്നെ പലരും ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാൻ വരുന്നവരുണ്ട്. അവരോട് ഫോട്ടോസും വീഡിയോസും കാണണമെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റ ID കൊടുത്തേക്കാം, പിന്നെ ഇൻസ്റ്റ ID കൊടുത്തേക്കാം. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അതിൽ നോക്കാം. എൻ്റെ ഫേസ്ബുക്കുണ്ട്, ഫേസ്ബുക്കിലും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. വാട്സപ്പിൽ ഇടുന്നത് തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും വാട്സപ്പിലും യൂട്യൂബിലും എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. കളക്ഷൻസ് കണ്ടവർ അത് കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഓർഡർ ചെയ്യാനാണെങ്കിൽ അതിൽ കാണുന്ന ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാനാണ്. മാക്സിമം ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ ഫോട്ടോസിനകത്ത് തന്നെ റേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. റേറ്റ് ആഡ് ചെയ്യാത്ത ഫോട്ടോസൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല, എല്ലാത്തിലും റേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്.
അതിനകത്ത് റേറ്റ് കിടന്നാൽ പോലും പല ആൾക്കാരും വന്ന് റേറ്റ് ചോദിക്കുന്നുണ്ട്. റേറ്റ് ചോദിച്ചോട്ടെ, കുഴപ്പമില്ല, നമുക്ക് പറഞ്ഞു കൊടുക്കാം. ചില ആൾക്കാർ മെസ്സേജ് ഇടുന്നത് എന്താ, ചോദിച്ചാൽ പോലും റേറ്റ് പറയത്തില്ല. ഇത് വിൽക്കാനാണോ നിങ്ങൾ ഇട്ടേക്കുന്നത്, പിന്നെ എന്തിനാണ് നിങ്ങളിത് പോസ്റ്റ് ചെയ്യുന്നത്, റേറ്റ് പറയാൻ വയ്യെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ അവർ നല്ലതുപോലെ വീഡിയോ കാണാതെയാണ് വന്ന് നമ്മളെ കുറ്റം പറയുന്നത്. അതൊന്നും ഒഴിവാക്കണം കേട്ടോ. അപ്പം ഇത്രയും വോയിസ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല.